ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റായ ഫെസ്റ്റീവ് ഫൺ എന്ന പാഠഭാഗത്തിലെ ദ സീ പാലസ് എന്ന ഭാഗമാണ്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോയാലോ? കടലിലെ കൊട്ടാരം, ദ സീ പാലസ് നമുക്ക് നോക്കാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷ് എന്ത് ചെയ്യായിരുന്നു? ഒരു സ്വർണ്ണ മത്സ്യം കടലിൽ നീന്തുകയായിരുന്നു. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. He saw many of his friends moving in the same direction. അവൻ എന്ത് കണ്ടു? അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഒരേ ഡയറക്ഷനിൽ, ഒരേ ദിശയിലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു, പോകുന്നത് കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് എന്ത് ചെയ്യാണ്? ഒരു നക്ഷത്ര മത്സ്യം വേവ്സിൽ, തിരമാലകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഒരു ജെല്ലി ഫിഷ് ഇങ്ങനെ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഓക്കെ, അതായത് അതിൽ നിന്ന് ലൈറ്റ് പുറത്തു വരും. അപ്പോൾ ഒരു ജെല്ലി ഫിഷ് എന്ത് ചെയ്യുന്നതാണ്? ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തിളങ്ങി നടക്കുകയാണ് അല്ലേ. ദെൻ ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് എന്ത് ചെയ്യാണ്? ഡാൻസ് ചെയ്യാണ്. വേർ ആർ ദേ ഗോയിങ്? ഇവരെല്ലാം ഇത് ഏടിയാ പോകുന്നത്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ആ ഗോൾഡ് ഫിഷ്, ആ സ്വർണ്ണ മത്സ്യം ചിന്തിച്ചു. ഹി ഫോളോഡ് ദം. നമ്മുടെ ഗോൾഡ് ഫിഷ് എന്ത് ചെയ്തു? ഈ പോകുന്ന ആൾക്കാരെ മുഴുവൻ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. ആഴക്കടലിൽ, ഡീപ് സീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴക്കടലിൽ, കടലിൻ്റെ അടിയിൽ അവൻ എന്ത് കണ്ടു? ഒരു മനോഹരമായ ഗ്ലാസ് പാലസ് കണ്ടു. അതായത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. അതിങ്ങനെ മുത്തും പവിഴവും ഒക്കെ കൊണ്ട് ധാരാളം അലങ്കരിച്ചിട്ടുണ്ട്. ദ ഡോർസ് ഓഫ് ദ പാലസ് വർ വൈഡ് ഓപ്പൺ. ഡോർസ് ഒക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുക, വളരെ വലുപ്പമുള്ളതാണ് അതിൻ്റെ വാതിലൊക്കെ. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അങ്ങനെ ഗോൾഡ് ഫിഷും അവൻ്റെ ഫ്രണ്ട്സും ആ പാലസിലെത്തിയലേക്ക് നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ? അവരെങ്ങോട്ട് പോവാണ്? ആ പാലസിലേക്ക് പോവാണ്, ആ കൊട്ടാരത്തിലേക്ക് പോവാണ്. ആ കൊട്ടാരം എങ്ങനത്തെ കൊട്ടാരാ? ഡീപ് സീയിലുള്ള ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ് ആണ്. ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്, സ്പെല്ലിംഗ് പഠിച്ചു വെച്ചോ. ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ് ആണ് കടലിൻ്റെ അടിയിലുള്ള ആ കൊട്ടാരം അല്ലേ. ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്, മനോഹരമായ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഗോൾഡ് ഫിഷും അവൻ്റെ കൂട്ടുകാരും, സ്വർണ്ണ മത്സ്യവും കൂട്ടുകാരും ഇവിടെ എത്തി, ആ പാലസിലെത്തി, ആ കൊട്ടാരത്തിലെത്തി. ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കൊന്ന് നോക്കിയാലോ. മക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. ഇനി ദ മെർമെയ്ഡ്, മത്സ്യകന്യക. ഇനി നമ്മൾ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞ ആരാണ്? മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. ഒരു സുന്ദരിയായ, ഒരു അടിപൊളി നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക എവിടെ പ്രത്യക്ഷപ്പെട്ടു? നമ്മുടെ ഡോറിൻ്റെ അടുത്ത്, പാലസിൻ്റെ, അതായത് കൊട്ടാരത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രെറ്റി ഷീ ഈസ്. അവളെ കാണാൻ എന്തൊരു രസമാണ്, എന്തൊരു ഭംഗിയാണ്. എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. ആ ഗോൾഡ് ഫിഷ് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, അത്ര ആശ്ചര്യപ്പെട്ടു അല്ലേ. ഹൗ പ്രെറ്റി ഷീ ഈസ്. അവൻ ആശ്ചര്യപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി വർ ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. അപ്പോൾ ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. വന്ന മത്സ്യങ്ങളൊക്കെ എന്ത് പറയാണ് ജൂലിയോട്? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. മെർമെയ്ഡിൻ്റെ പേരെന്താണ്? മത്സ്യകന്യകയുടെ പേരെന്താണ്? ജൂലിയ എന്നാണ്. അപ്പോൾ ജൂലിയോട് എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അല്ലേ, പിറന്നാൾ ആശംസകൾ പറഞ്ഞു. അപ്പോഴെന്താ സംഭവം? അവിടെ ജൂലിയയുടെ പിറന്നാളാണ്, മെർമെയ്ഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാനാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓൾ ഓഫ് ദം സെറ്റ് ടുഗെദർ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു.
ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് എന്താ കൊണ്ടുവന്നത്? നല്ല തിളങ്ങുന്ന ലൈറ്റാണ് കൊണ്ടുവന്നത്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. നല്ല കിലുങ്ങുന്ന വളകളാണ് ആര് കൊണ്ടുവന്നത്? വെയിൽസ്, നീലത്തിമീങ്കലം കൊണ്ടുവന്നത്. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. നമ്മുടെ ഡോൾഫിൻസ് എന്താ കൊണ്ടുവന്നത്? നല്ല മണമുള്ള ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സാണ്, നല്ല മണമുള്ള പൂക്കളാണ്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒത്തിരി നന്ദി അല്ലേ. കം ഓൺ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. നമുക്ക് എന്ത് തുടങ്ങാം? പാർട്ടി തുടങ്ങാം, ആഘോഷം തുടങ്ങാം. There was a big cake on the table in the hall. ആ ഹാളിലുള്ള ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ടായിരുന്നു? ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. The party began. അങ്ങനെ പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി? എങ്ങനെയായിരിക്കും അവർ ഈ ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും എൻ്റെ മക്കളെന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ജൂലി എന്ത് ചെയ്തിട്ടുണ്ടാവും? കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ടാവും. എന്താ പാട്ട് പാടുക? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ പാടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടി അവർ പാർട്ടി അങ്ങ് തുടങ്ങി. നമുക്ക് നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലി എന്ത് ചെയ്തു? രാജകുമാരി ജൂലി എന്ത് ചെയ്തു? നേരെ ടേബിളിൻ്റെ അടുത്ത് പോയി ആ കേക്ക് അങ്ങ് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവളുടെ തലയിൽ ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമുണ്ടായിരുന്നു. ആ കിരീടത്തിൽ അവളെ കാണാൻ ഭയങ്കര അത്രയും സൂപ്പറായിരുന്നു, അത്രയും ഭംഗിയായിരുന്നു. ഓൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും എന്ത് ചെയ്തു? കൈയടിച്ചുകൊണ്ട് അല്ലേ, തപ്പം കൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൈ കൊട്ടിക്കൊണ്ട് പാട്ട് പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ. അപ്പം എല്ലാവരും എന്ത് ചെയ്തു? പ്രിൻസസ് ജൂലിയക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു. എവ്രി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ് ടു ജൂലിയ. എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് ആർക്ക് കൊടുത്തു? ജൂലിയക്ക് കൊടുത്തു. അപ്പോൾ ജൂലിയ പറയാണ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അത്രയും നന്ദിയും കടപ്പാടും ഉണ്ട്. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് എന്ത് ചെയ്യാം? ഡാൻസ് കളിക്കാം, നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. അപ്പോൾ ഈ പ്രിൻസസ്, നമ്മുടെ രാജകുമാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദ മ്യൂസിക് ബിഗാൻ. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അപ്പോൾ എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തു? മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ, നിങ്ങൾക്കുള്ള ഒരു ചോദ്യം, ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനോ സെലിബ്രേഷനോ പങ്കെടുത്തിട്ടുണ്ടോ? അതെങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? മക്കളെ, ഇനി ഓണമല്ലേ വരാൻ പോകുന്നത്. ഓണം നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണം സെലിബ്രേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനെക്കുറിച്ച് എഴുതിയാലോ? നോക്കിക്കോ. ഐ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എൻ ഓണം സെലിബ്രേഷൻ. ഞാൻ എന്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ഒരു ഓണം സെലിബ്രേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഐ വോർ ന്യൂ ക്ലോത്ത്സ്, എൻജോയ്ഡ് ഗെയിം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ നല്ല പുതിയ ഡ്രസ്സ് ഇട്ടു അല്ലേ, ഞാൻ പുതിയ വസ്ത്രം ധരിച്ചു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗെയിംസ്, ഒരുപാട് കളികൾ കളിച്ച് എൻജോയ് ചെയ്തു. മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ കാർപ്പറ്റ്. നല്ല പൂക്കളമുണ്ടാക്കി ഫ്ലവർ കാർപ്പറ്റ് ഉണ്ടാക്കി. ഓണത്തിന് നമ്മൾ പൂടൂലേ, അതാ പറയുന്നത്. ആൻഡ് ഹാഡ് എ ടേസ്റ്റി ഓണം സദ്യ വിത്ത് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയോട് കൂടിയിട്ട്, എൻ്റെ അച്ഛനും അമ്മയും അല്ലേ, ഞങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു? നല്ലൊരു ഓണസദ്യ കഴിച്ചു. ഐ വാസ് വെരി ഹാപ്പി ആൻഡ് എൻജോയ്ഡ് ദ സെലിബ്രേഷൻ. ഞാൻ വളരെ സന്തോഷത്തോടെ നമ്മളുടെ ഈ ഓണം സെലിബ്രേഷൻ എന്ത് ചെയ്തു? ആസ്വദിച്ചു. ഇത് ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അതുപോലെ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതിക്കോ. നമുക്കതുപോലെ ഒരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി എഴുതാം. നോക്കിക്കോ. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ അല്ലേ? ഷെയർ യുവർ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. യെസ്, ഐ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ബർത്ത്ഡേ പാർട്ടി. ഞാൻ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വോർ എ ന്യൂ ഡ്രസ് ആൻഡ് വെൻറ്റ് ടു മൈ ഫ്രണ്ട്സ് ഹൗസ്. ഞാനൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോയി? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി.
We sang the birthday song, cut the cake, played games and ate tasty food. നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ബർത്ത്ഡേ സോങ് പാടി അല്ലേ, കേക്ക് കട്ട് ചെയ്തു, ഗെയിംസ് കളിച്ചു, ഒരുപാട് നേരം കളിച്ചു. ആൻഡ് എയ്റ്റ് ടേസ്റ്റി ഫുഡ്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചു. ഐ എൻജോയ്ഡ് ദ പാർട്ടി ആൻഡ് ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എന്ത് ചെയ്തു? പാർട്ടി എൻജോയ് ചെയ്തു. പിന്നെയോ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ ഒത്ത് കുറേ നല്ല നിമിഷങ്ങൾ കൂടി ഉണ്ടായി, നല്ല വൃത്തിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടെ പറ്റി അല്ലേ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മക്കളെ. നമ്മളിവിടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൂടി പഠിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കിൻ്റെ 3 പേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.